സന്തോഷത്തോടെ ആരാധിക്കാൻ പറ്റും. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമി ചമച്ചവനെ, മഹിമയും പ്രഭുത മഹത്വത്തിന് യോഗ്യ മാനവും കർത്താവിന്റെ പകൽ എല്ലാ നിലകൾ തുറന്ന് ആകാശത്തെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ നന്ദിയോടെ പാടി നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഒരു ഗാനം കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി അവൻ ഹല്ലേലൂയ പാട്ടുകാരികളെ യേശുവിന്റെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ അവൻ യാക്കോബിന്റെ ദൈവത്തെ പോൽ ഇസ്രായേലിന്റെ ദൈവത്തെ പോൽ അവൻ വേറൊരു ദൈവമില്ല. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ആ ദൈവം വാക്ക് മാറാത്തവൻ. എന്ന് പകരത്തെ ആ ദൈവം എന്റെ ദൈവമാണ്. നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടി യേശുവിന്റെ ദൈവത്തെ പോൽ
ഞായറാഴ്ച എൻ്റെ മനസ്സിൽ ശക്തമായി വല്ലാതെ ആ വചനം എൻ്റെ ഉള്ളത്തിൽ ശക്തമായി ഇടപെട്ടതുകൊണ്ട് ഞാൻ ആ വചനം തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 5-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചു. മലയാളത്തിൽ ഒന്ന് ശബ്ദത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാമോ? മലയാളത്തിൽ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ചൊന്ന് പറയാം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കാനാണ് കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം അല്ലെ? എങ്ങനെയാ വന്നിരിക്കുന്നത്? ആ വാക്യം ഞാനോ എന്ന് പറഞ്ഞ തുടങ്ങുന്നത് അല്ലെ? ഞാനോ. നമുക്ക് ആ സങ്കീർത്തനം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ച വാക്യമായി ധ്യാനിച്ച വായിച്ച ഒരു വേദഭാഗമാണ്. അത് വീട്ടിൽ പോയി എന്ത് ചെയ്യണം? നോക്കണം. ഒത്തിരി കൂട്ടം ആളുകൾ തന്റെ ചുറ്റുപാടുമുണ്ട്. ഒത്തിരി കൂട്ടം ആളുകൾ. അതിന്റെ 4 മുതൽ വാക്യങ്ങൾ വാക്യം ഇങ്ങനെ കാണുന്ന 4 മുതലുള്ള വാക്യങ്ങൾ. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ. അപ്പൊ ആരുണ്ട്? ദുഷ്ടനുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നത് അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? നിൽക്കുകയില്ല. അപ്പൊ ആരുണ്ട്? അഹങ്കാരികളുണ്ട്. അടുത്തെന്താ പറയുന്നത്? നീതിയോട് പ്രവർത്തിക്കുന്നവരെ നീ എന്ത് ചെയ്യുന്നില്ല? പകയ്ക്കുന്നു. നീ പകയ്ക്കുന്നു. അപ്പൊ ആരുണ്ട്? നീതിയോട് പ്രവർത്തിക്കുന്നവര് ഉണ്ട് ഇല്ലേ? പിന്നെ അടുത്ത വാക്യം എന്താ പറയുന്നത്? ഭോഷ്ക് പറയുന്നവരെ നീ എന്ത് ചെയ്യും? അപ്പൊ ആരുണ്ട്? ഭോഷ്ക്. അടുത്തതെന്താ? രക്തപാതവും ചതിയുമുള്ളവൻ യഹോവ. അപ്പൊ ആർക്കുണ്ട്? രക്തപാതം. മറ്റുള്ളവരുടെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്, ചതിക്കുന്നവരുണ്ട്. വീണ്ടും 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ വായിൽ ഒട്ടും നേരില്ല. അപ്പൊ നേര് വായിലില്ലാത്തവര് ഉണ്ട്. അടുത്തത് അവരുടെ അന്തരംഗം അല്ലെ? അന്തരംഗം എന്ന് പറയുന്നത് ഹൃദയം എന്താണ്? നാശകൂപം ആകുന്നു. അടുത്തത് പറഞ്ഞേ അവരുടെ തൊണ്ട എന്താകുന്നു? ശവക്കുഴിയാകുന്നു. അടുത്തത് നാവ് കൊണ്ട്. അപ്പൊ നമ്മൾ ഒരു ഒത്തിരി ലിസ്റ്റ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഒന്ന് ചേർന്ന് ഞാനോ. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഞാനോ. എന്താ ഞാനോ എന്ന് പറയാൻ കാരണം? അവൻ ശ്രദ്ധിക്കണം. ദാവീദ് എഴുതിയെങ്കിൽ താൻ പറയാ ഇത്രയും കൂട്ടം പാപികൾ അല്ലെങ്കിൽ പല ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഞാനോ എന്ന് പറയുമ്പോൾ ഞാനും ഒട്ടും മോശമല്ലെന്ന് അല്ലെ? ഞാനും ഇതിലെന്താ? ഇതില് ഈ 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തെറ്റ് ആരിലുണ്ട് എന്നിലുമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കുറവുകളില്ലാഞ്ഞിട്ടല്ല, എന്റെ ജീവിതത്തിൽ പോരായ്മകളില്ലാഞ്ഞിട്ടല്ല. അവൻ വചനത്തിൽ പറഞ്ഞ നീതിമാൻ ഒരുവൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാനാകത്തത് എന്താണ്? അവൻ എന്റെ പുണ്യ പ്രവർത്തി കൊണ്ടല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ നന്മ പ്രവർത്തികൾ കൊണ്ടല്ല ഞാൻ ദൈവസന്നിധി വന്നിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഞാൻ ദൈവസന്നിധി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താലാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. ദാവീദിനെ പോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഏതൊക്കെയോ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിരുന്നേ, ഇപ്പോഴും ഉണ്ടെന്നേ. പക്ഷേ ഇന്ന് നമുക്ക് പറയാൻ പറ്റും ഞാനാകുന്ന ദൈവത്തിന്റെ കൃപ. കാരണം എന്താണ്? അതിന് ഭാവിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാതയ്ക്ക് ഓടിയപ്പോൾ, എനിക്ക് വേണ്ടി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ പാതലോകത്തിലേക്ക് മനുഷ്യ സദൃശ്യത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി ജീവനെ തന്ന ഒരു കർത്താവുണ്ട്, ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ കൃപയൊന്ന് മാത്രമാ ഇന്ന് ദൈവസന്നിധി നിൽക്കുവാൻ എനിക്ക് കൃപ തന്നെന്ന് അവൻ ഉറപ്പുള്ളവർ, ആ ബോധ്യമുള്ളവർ ദൈവത്തിൽ നിന്ന് സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഒരിക്കല് അവൻ ഒരു 10-18 വയസ്സുള്ള ഒരു പയ്യൻ അരുതാത്ത ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത് തന്നെ പിടിച്ചു, പോലീസ് പിടിച്ചു, കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഇരിക്കുകയാണ്, ന്യായാധിപൻ ഇരിക്കുകയാണ്. തെറ്റ് ബോധ്യമായപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇദ്ദേഹത്തെ, ഈ 10-18 വയസ്സുള്ള ഈ പയ്യനെ ഒന്നുകിൽ ജയിലടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഇത്ര തുക, നല്ലൊരു തുക ഫൈനായിട്ട് അടച്ചിട്ട് ചെയ്യണം, വിടണമെന്ന് പറഞ്ഞു. വളരെ ശക്തമായൊരു വിധി പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ഈ പോലീസുകാര് ഈ 18 വയസ്സുള്ള മകനെ പിടിച്ച് ജയിലിലേക്ക് അടയ്ക്കാൻ പോകുമ്പോൾ
അവൻ ഈ ചീഫ് ജസ്റ്റിസ് തൻ്റെ ആ ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റിട്ട് വളരെ ഭാരത്തോടെ വളരെ വേദനയോടെ കിടന്നു വന്നിട്ട് അവൻ അതിലെ താൻ വിധി പുറപ്പെടുവിച്ച ആ പിഴ മുഴുവനും തൻ്റെ പേഴ്സ് എടുത്ത് അവിടെ അടയ്ക്കുവാനിടയായിരുന്നു. കാരണം ഈ തെറ്റ് ചെയ്ത് അവൻ ഈ ശിശുക്ക് വിധിച്ച ഈ മകൻ തൻ്റെ സ്വന്തം മകനായിരുന്നു. നോക്കണമേ, സ്വന്തം പിതാവാണ് ശിശുക്ക് വിധിച്ചതെങ്കിലും ആ മകനോടുള്ള ഭാരം നിമിത്തം എന്ത് ചെയ്യാം, ആ പിതാവ് തന്നെ എന്ത് ചെയ്യാണ്, ആ വിധി പുറപ്പെടുവിച്ച ആ ശിക്ഷ എന്ത് ചെയ്യാണ്, ആ ഫൈൻ അടച്ചു തീർക്കുക. ഇന്ന് പകരം എത്രപേർക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. കാര്യം ദൈവത്തിന്റെ മക്കളാണെങ്കിലും ഒത്തിരി ഒത്തിരി തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ ആലയത്തിൽ വന്നിരിക്കുന്ന ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ പണിഷ്മെന്റ് എല്ലാം, നാം കൊടുക്കുന്ന പിഴകളെല്ലാം എന്റെ കർത്താവ് ലോകത്തിൽ വന്ന് ക്രൂശിൽ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പിഴകളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നെ നിങ്ങളെ സ്വാതന്ത്ര്യം വിട്ടത് കൊണ്ടാണ് ഇന്ന് ആലയത്തിൽ വന്നിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇല്ലായെങ്കിൽ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ നിങ്ങളെ വിടുവിച്ച ആ ദൈവത്തിന്റെ കൃപ ഓർത്താൽ എന്റെ ദൈവത്തെ സ്തുതിച്ചാലും മതി വരത്തില്ല. അതുകൊണ്ട് സംഗീതക്കാരൻ പറയാം, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. അവൻ അല്ലയോ ഒരു കൃപയാണോ? എത്ര ഒരു കൃപയാണോ പറഞ്ഞത്? നിന്റെ കൃപയാൽ എന്നാണ് പറഞ്ഞത്. സഹോദരന്മാർ, കൃപയാൽ എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? കൃപയുടെ ബഹുത്വത്താൽ. എന്താ ഇതിന്റെ അർത്ഥം? ഒത്തിരി കൃപകൾ നമുക്ക് ദൈവം തന്നെന്ന്. ഒന്നുകൂടെ പറയാം മക്കളെ, ഇന്ന് ആയുസോടെ ഇവിടെ കടന്നു വന്നില്ലേ, അത് ദൈവത്തിന്റെ കൃപയാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇല്ലേ? അവൻ എത്രയോ പേര് അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ഭൂമി ദാനമായി തന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ഗ്രേസ് ആണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. അവൻ നോക്കണം, ആരോഗ്യം ദൈവം തന്നില്ലേ? തന്നോ? എത്ര പേർക്ക് സന്തോഷമില്ലേ? ദേശാന് സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റ് അവൻ മരണത്തോട് മരിച്ച പിതാവിനെ അടക്കം ആ സഹോദരനെ അടക്കം അവൻ അല്ലേ ഇന്ന് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ പറ്റും എത്ര എത്ര അനർത്ഥങ്ങൾ കടന്നു വരാമായിരുന്നു, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാവുന്ന എത്ര അനുഭവങ്ങൾ കടന്നു വരാമായിരുന്നു. എന്നാൽ ആരോഗ്യത്തോടെ കൊണ്ടുവന്നത് എത്രയോ പേര് രോഗങ്ങളിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ, എത്രയോ പേര് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇന്ന് ആരോഗ്യത്തോടെ കൊണ്ടുവന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും അതിന്റെ കാരണം അത് ദൈവത്തിന്റെ കൃപയാണ്. കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേ സിറ്റികളിലും ടൗണിലൊക്കെ പോകുമ്പോൾ നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾ ആമേ കീറി പറഞ്ഞ ഡ്രസ്സും മുഷിഞ്ഞ ഡ്രസ്സുമായിട്ട് ആമേ കാലിൽ ചെരുപ്പില്ലാതെ ഇനി ചെരുപ്പുണ്ടെങ്കിൽ തന്നെ ആമേ കീറി പറഞ്ഞ ചെരുപ്പും ഇല്ല തയ്ച്ച് കുഞ്ഞെ ചെരുപ്പും ഒക്കെ ആയിട്ട് ഒരു ഭിക്ഷപാത്രം പിടിച്ചുകൊണ്ട് ഭിക്ഷ യാചിക്ക് നടക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടൗണിൽ സിറ്റികളിലൊക്കെ പോകുമ്പോൾ ഇല്ല മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ ഇട്ട് നല്ല ആഹാരമില്ലാതെ ഇല്ലേ ആമേ അല്ലെങ്കിൽ അവയെ ദേഹം മൊത്തം എന്താണ് ചെളി പിടിച്ച് ഇല്ല മൂക്കൊക്കെ ഒലിപ്പിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരിൽ പോയാളെ പോലെ ആയി തീരാതെ ഇന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വചനത്തെ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ വചനം തന്നെ ഇവിടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഫനേജിൽ പോയി. ഇവിടെ അടുത്ത് തരിക പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു ഓർഫനേജിൽ പോയി. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓർഫനേജ് ചെല്ലുമ്പോൾ 2 റൂമിലായിട്ട് അവൻ 10-14 തൊട്ടികൾ ഇങ്ങനെ തൂക്കിയിട്ട് എൽ ഷേപ്പില്. അവൻ എനിക്കറിയാമോ, അവൻ അപ്പനും അമ്മയും അവനെ നൊന്ന് പ്രസവിച്ച മാതാവ് പോലും 1 മാസം അവൻ അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ ഉപേക്ഷിച്ച് പോയ 10-14 കുഞ്ഞുങ്ങൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് തൊട്ടികളിൽ ഇങ്ങനെ കിടക്കുക. അവൻ ദിവസങ്ങളെ കൊണ്ട് കാണിച്ചു. ഞങ്ങളെ 14 തൊട്ടികൾ ഫുള്ള് ഞങ്ങൾ ആ തൊട്ടികൾ മാറ്റി നോക്കിയപ്പോൾ സഹോദരന്മാരെ ഒന്നും നമുക്ക് ശ്രദ്ധിക്കാമോ? നിങ്ങൾ അമ്മ ദൈവസ്ഥനിലായിരിക്കുന്ന ബോധ്യത്തോടെ നിങ്ങൾക്ക് അല്ലെ സന്നിഭാഷനിലായിരിക്കും ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, തൊട്ടികൾ ഇങ്ങനെ മാറ്റിയപ്പോൾ 1 മാസം 2 മാസം 4 മാസം 5 മാസമുള്ള കുഞ്ഞുങ്ങൾ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഇങ്ങനെ തൊട്ടികൾ മാറ്റുമ്പോൾ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ചില കുഞ്ഞുങ്ങൾ കരയുക. അവൻ എന്താ കാണുന്നതറിയാമോ? പ്രസവിച്ച ഉടനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച് പോയ അനാഥ പിള്ളേർ 5 ദിവസം 10 ദിവസം 1 മാസം ഒക്കെ ആയിട്ട് അവരെ കൈ കിട്ടിയത്.
അവൻ ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അപ്പനെയും അമ്മയൊക്കെ കുറ്റം പറയാറുണ്ടല്ലോ അല്ലേ? അവൻ പക്ഷേ ആ അപ്പനും അമ്മയും നമ്മൾ ഉപേക്ഷിക്കാതെ ഇന്ന് വരെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവനല്ലേ ഒരുപക്ഷെ നിങ്ങളതിന്റെ ഗൗരവത്തോളം ഒന്നും മനസ്സിലാകത്തില്ല. അവൻ പറഞ്ഞ മക്കളില്ലാത്ത ഞങ്ങൾക്ക് അത് മനസ്സിലാവും. അവൻ ഹല്ലേലൂയ അവിടെ പോയ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നോക്കണമേ, അവൻ ഞങ്ങളെപ്പോലെ മക്കളില്ലാത്ത അനേകരെ ഭാരപ്പെടുമ്പോൾ നോക്കണമേ, ആർക്കും വേണം നൊന്ന് പ്രസവിച്ച സ്വന്തം തള്ള പോലും ഉപേക്ഷിച്ച് പോയ അവൻ തലമുറയുള്ള ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്തുതിക്കാൻ കാരണമുണ്ട്. ഞാൻ നിങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. എന്നെ നിങ്ങൾ ഉപേക്ഷിക്കാതെ അവൻ ഇന്നുവരെ നടത്തിയത് ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ എത്ര പറഞ്ഞാൽ ഇല്ലേ ഇവിടെ കടന്നു വന്ന ദൈവമക്കളെ അമ്മ ചോദിക്കട്ടെ, ഇല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ ഒരു കാലമുണ്ടായിരുന്നു, പട്ടിണിയുടെ കാലമുണ്ടായിരുന്നു, ഞെരുക്കത്തിന്റെ കാലമുണ്ടായിരുന്നു, നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലമുണ്ടായിരുന്നു, ഉടുക്കുവാൻ അവൻ മാറി ഉടുക്കുവാൻ നല്ല വസ്ത്രമില്ലാത്ത കാലമുണ്ടായിരുന്നു, അവൻ പാർക്കുവാൻ ഒരു വീടില്ലാത്ത കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഇന്ന് കർത്താവിനെ ഇത്രത്തോളം ഉയർത്തിയല്ല എന്റെ കഴിവല്ല, എന്റെ യോഗ്യതയല്ല, എന്റെ വീടിക്കല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ് തിരിച്ചറിയുന്ന ദൈവമക്കൾ. ഇന്ന് പല ദൈവത്തെ എത്ര പേർക്ക് ശ്രദ്ധിക്കാൻ പറ്റും? ഞാനും നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് അവനോട് പറഞ്ഞേ, ഞാനും നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക്. രണ്ട് ചിന്തകൾ വേഗം പറയാം. കൃപയുടെ ബഹുത്വം, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപ. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് എന്താണ്? ദൈവത്തിന്റെ കൃപ. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാം എന്താണ്? ദൈവത്തിന്റെ കൃപയാണെന്ന് ഉത്തമ ബോധ്യമുള്ളവൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുമെന്ന്. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട്? അവൻ ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവത്തെ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം തിരിച്ചറിയുന്നവൻ ആരാധന ഉഴപ്പത്തില്ല, ആരെയും വിട്ടുപോകത്തില്ല. അവൻ ആലയത്തിലേക്ക് ചെല്ലും, അവൻ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും, അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. പലപ്പോഴും എന്താ ഈ ആരാധനയ്ക്കും ആലയത്തിലേക്ക് വരാൻ ഇല്ല, ആരാധനയ്ക്ക് വന്നാൽ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാരണം? ആരാധനയ്ക്കൊന്നും ഗൗരവമില്ല അല്ലേ? ആമേൻ ഹല്ലേലൂയ. കാരണം എന്താ? ഈ കൃപയുടെ ബഹുത്വം എന്ത് ചെയ്യുന്നില്ല? പകലൊന്ന് തിരിച്ചറിയണേ. അവൻ പാസ്റ്ററോട് മത്സരിക്കുന്ന കൊള്ളാം, സഭയോട് മത്സരിക്കുന്ന കൊള്ളാം, ഇതൊക്കെ നല്ല, പക്ഷെ മത്സരിക്കുന്ന ദൈവത്തോടാണ്. ഹല്ലേലൂയ. ഞാനായിരിക്കും ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകൾ ദൈവത്തിന്റെ കൃപയാണ്. ഒന്നുമില്ലായ്മ ഉയർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ഈ കൃപ അവൻ തന്ന ഈ കൃപയുടെ കർത്താവിന് മറന്നൊരു ജീവിതം നയിക്കല്ലേ. താഴ്മയോടെ പറയാണ്, ആ കൃപ വിട്ട് പോകരുത്, ആലയം വിട്ട് പോകരുത്, ആ ദൈവസ്ഥലം വിട്ട് പോകരുത്, ആരാധന വിട്ട് പോകരുത്. ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട നീ ഒന്നുമില്ലാത്തവനായി തീരുമെന്ന് ദൈവത്തിന് ആത്മാവ് ഓർമ്മിപ്പിക്കുക. ഒത്തിരി ഭയത്തോടെ ഇവിടെ പറഞ്ഞത് ഇല്ലേ, നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞാൻ എന്ത് ചെയ്യും? ആലയത്തിലേക്ക് എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞ ആലയത്തിലേക്ക് ചെല്ലും. ആമേൻ ഹല്ലേലൂയ. ചെല്ലും എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ. പാസ്റ്റർ ഫോൺ ചെയ്യണോ? പിന്നെ ശനിയാഴ്ച ഫോൺ ചെയ്യണോ? അച്ചായ നാളെ ഞായറാഴ്ചയാണ്, കൊച്ചമ്മ നാളെ ഞായറാഴ്ചയാണ്, ആമേൻ ഹല്ലേലൂയ, വീട്ടിൽ ഇരിക്കരുത്, പ്രാർത്ഥനയ്ക്ക് വേണമെന്ന് പൈസ ഫോൺ ചെയ്യണോ? ഫോൺ ചെയ്യണോ? വേണ്ടെന്ന ഈ കൃപയുടെ ബഹുത്വം അനുഭവിച്ചറിയുന്നവൻ പാസ്റ്റർ വിളിച്ചില്ലെങ്കിലും, സെക്രട്ടറി വിളിച്ചില്ലെങ്കിലും, കമ്മിറ്റിക്കാർ വിളിച്ചില്ലെങ്കിലും, മറ്റാരും ക്ഷണിച്ചില്ലെങ്കിലും അവൻ തന്നെ ആലയത്തിലേക്ക് പോകുന്നുണ്ട്. രണ്ട്, ആമേൻ ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഞാനും നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ. അപ്പൊ ആലയത്തിലേക്ക് വരുന്നതും എന്ത്? അവൻ ഏത് ബോധ്യത്തോടെ വേണം? കൃപയുടെ ഇല്ലേ? ആമേൻ ആലയത്തിൽ വരുന്നത് എന്താണ്? ആമേൻ ഹല്ലേലൂയ. ചുമ്മാ ഇല്ലേ, ആലയത്തിൽ വന്ന് ചുമ്മാ കാഴ്ചക്കാരായിരിക്കാനല്ല, ആലയത്തിൽ വന്ന് ഉറങ്ങാനല്ല. ആണോ? ആലയത്തിൽ വന്ന് ഉറങ്ങാനാണോ? ഉറങ്ങാൻ്റെ വീട്ടിൽ കിടന്നു ഇവിടെ വന്ന് ഉറങ്ങുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വീട്ടിലോ സമാധാനം ഇല്ല, എവിടെയെങ്കിലും വന്ന് എന്ത് ചെയ്യാം, ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അതും ഒരു കൃപയാണ് അല്ലെ? അതും ഒരു കൃപയാണ്. ആമേൻ ഹല്ലേലൂയ അല്ലേ? ആമേൻ ചിലർ കാണാം ആലയത്തിൽ വന്ന പിന്നെ മെസ്സേജ് അയക്കലും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെയാണ്. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇതൊക്കെ ഓർക്കണം, ദൈവസനോട് കളിക്കരുത്, ദൈവസനോട് കളിക്കരുത്. ആമേൻ ഹല്ലേലൂയ. കാരണം എന്താ? ആലയത്തിൽ വന്നത്
കൃപയുടെ ബഹുത്വത്താലാണ്. ഈ ബോധ്യമുള്ളവൻ ദൈവത്തെ സ്തുതിക്കുമെന്ന്. ഹല്ലേലൂയ. നോക്കണം, അടുത്തത് പറയുന്നത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്തെ ഞാൻ നിൽക്കാം. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള, ഒന്ന് ചേർന്ന ബാക്കി കുഞ്ഞുങ്ങളൊന്ന് വേഗം പറഞ്ഞേ, നിങ്കലുള്ള ഭക്തിയോടെ അവൻ ആലയത്തിൽ വരുന്നവൻ എങ്ങനെ ആരാധിക്കണം? ഭക്തിയോടെ ആരാധിക്കണം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഫിയർ ഓഫ് ഗോഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ? ദൈവ ഭയത്തോടെ. മറ്റൊരു വാക്ക് റെവറൻസ് എന്ന് കൊടുത്തിരിക്കുന്നത് ബഹുമാനത്തോടെ, ആദരവോടെ ദൈവത്തെ ആരാധിക്കണമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാൻ എങ്ങനെ ആരാധിക്കണം? അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ ഭയത്തോടെ, ഇതിലൊരു ഭക്തിയും ഭയമൊക്കെ കാണണം. പുറമെ കാണിക്കുന്ന പ്രകടനങ്ങളൊന്നും അല്ല ആരാധന. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും പറഞ്ഞു, ഇവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതും അവരുടെ കഴിവ് തെളിയിക്കുന്ന സ്ഥലമല്ല ആരാധന സ്ഥലം. അതിൽ പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കാം, കീബോർഡ് വായിക്കാൻ കഴിവുണ്ടായിരിക്കാം, പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കാം, പലതിനും കഴിവുണ്ടായിരിക്കാം. ആ കഴിവ് തെളിയിക്കുന്ന സ്ഥലമല്ല ആരാധന സ്ഥലം എന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? മറിച്ച് എന്റെ ദൈവം എന്ന് ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ഒരു ബോധ്യമുള്ള ദൈവത്തെ ആരാധിക്കും. അവന് കഴിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, പാടുവാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കുന്ന ഇടമല്ല ആരാധന. ദൈവത്തെ ബഹുമാനത്തോടെ ആരാധിക്കണം, ദൈവത്തെ ഭയത്തോടെ ആരാധിക്കണം, ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കണം. ആരാധന ദൈവം പ്രസാദിക്കണം.